ഹായ് ഫ്രണ്ട്സ്, യാസീൻ കാളിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ഒരു ലോട്ടസാണ്. ഇത് ഡോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഡോറയുടെ ഫ്ലവറാണിത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഡോറയ്ക്കുള്ളത്. നല്ല കളറും ഉണ്ട്. നല്ല അടുക്കടുക്കായിട്ട് വരും പൂക്കൾ. ഇതാണ് അതിൻ്റെ മുട്ട്. ഇങ്ങനെ ഉണ്ടാകും മുട്ടിൻ്റെ സൈസൊക്കെ. ഇതുപോലെ ഉരുണ്ട് ടൈപ്പായിട്ടുള്ള മുട്ടാണ്. നല്ല അടുക്കടുക്കായിട്ടുള്ള ഇതളുകളാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയിൽ ഒരു ഉണ്ട പൂക്കളാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നിറയെ മുട്ടുകളും വരുന്നുണ്ട്. ഇതാ താഴേക്ക് അത് ഉണ്ടായിട്ട് അങ്ങനെ വിരിഞ്ഞിട്ട് കരിയേ ചെയ്യുള്ളൂ, കൊഴിയില്ല. അങ്ങനെയാണ് ഈ ഫ്ലവർ. നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ. ഡോറ അങ്ങനെയാണ്, നന്നായി ഫ്ലവർ വരും. നല്ല ട്രോപ്പിക്കലാണ്. വെച്ചിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ല കളറും ഉണ്ട് മുട്ടിന്. നല്ല ഫ്ലവറാണ്. ആദ്യം ഉണ്ടായ ഫ്ലവർ കുറച്ച് ഉയരില്ലാണ്ടാണെങ്കിലും പിന്നെ ഉണ്ടാവുന്നത് നല്ല അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നല്ല ഫ്ലവറും ഉണ്ടാവുന്നുണ്ട്. വെച്ച് കൊടുത്ത് ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചാണകപ്പൊടി നമ്മൾ വീട്ടിൽ സാധാരണ മണ്ണ്, കള്ളി കളഞ്ഞ മണ്ണിട്ട് കൊടുത്തു. അതല്ലാതെ NPK ഒന്നും കൊടുത്തിട്ടില്ല. രാസവളങ്ങളൊന്നും തന്നെ കൊടുക്കാണ്ട് തന്നെ അത് നിറയെ മുട്ടുമൊക്കെ വന്നു. വെച്ച് കൊടുക്കുമ്പോൾ നല്ല വെയിലത്തിന് വെച്ച് കൊടുക്കുക. അത് നന്നായി ഫ്ലവറൊക്കെ അപ്പോൾ നന്നായി കിട്ടും. പിന്നെ കുറച്ച് അസോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ, കൊതുകുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അസോളം നിറഞ്ഞു വെച്ചിട്ട് അങ്ങനെ മുട്ടുകൾ വരാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ നല്ല മുട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അസോളം ഇട്ടുന്നത് കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടുക. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ കൊതുക് കുറവാണ്. എപ്പോഴും മഴ പെയ്യുമ്പോൾ ഓവർഫ്ലോ ആയി പോകുമല്ലോ, അപ്പോൾ കൊതുകുകൾ അങ്ങനെ വരില്ല. നല്ല അസോളൊക്കെ ഇടുമ്പോൾ പിന്നെ അവിടെ കൊതുക് വന്ന് മുട്ടിട്ടില്ല. അതാണ് എല്ലാവർക്കും ഒരു പേടി, കൊതുക് വന്ന് മുട്ടിടുമെന്നൊക്കെ. വെള്ളത്തിൽ വളർത്തുമ്പോൾ ചെടികളാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് അസോളൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗപ്പി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒച്ചൻ്റെ ശല്യം ഉണ്ടാവുക. താമരയിൽ അങ്ങനെ ഉണ്ടാവില്ല, ആമ്പലാണ് അധികം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കാബേജിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലീഫ് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പിടിച്ച് വരും. വൈകുന്നേരങ്ങളിലൊക്കെ ഒച്ച് മേലേക്ക് വന്ന് നല്ല പിടിച്ച് വരുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി ഒച്ചിനെ. അങ്ങനെ ഡെയിലി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിറയെ ഒച്ച അങ്ങനെ അങ്ങനെ കുറഞ്ഞ് പോവും. ദിവസം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒച്ച് കുറേ കുറഞ്ഞ് കിട്ടുന്നുണ്ട് കാബേജിൻ്റെ ഇലയൊക്കെ ഇടുമ്പോൾ. പിന്നെ മുട്ട് ഇങ്ങനെ തുറന്നു വരുന്ന ടൈമിൽ തന്നെ ഒന്ന് വിരിയിച്ച് കൊടുക്കുക. നല്ല കളറ് കിട്ടും, നല്ല കുറേ ദിവസം നിൽക്കുകയും ചെയ്യും. ഇത് അത്യാവശ്യം നന്നായി നിൽക്കുന്നുണ്ട് കുറേ ദിവസമൊക്കെ. പിന്നെ എപ്പോഴും പറയുമ്പോൾ തന്നെ നല്ല 5-6 മണിക്കൂറിലും കിട്ടണ വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളൂ ഇതിൽ. പിന്നെ വെള്ളത്തിൽ വളർച്ച ചെടിയായതുകൊണ്ട് പായൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും കൈ വിട്ടിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം. ചിലർക്ക് 4 പോലത്തെ പായൽ വരുന്നുണ്ട് പറയുന്നുണ്ട്. അവരൊക്കെ ഈ വടിയും കൊണ്ട് പതുക്കെ ദിവസം വൈകുന്നേരങ്ങളും തോണ്ടി കൊടുത്താൽ കളഞ്ഞാൽ മതി. അങ്ങനെ ചെയ്താൽ നല്ല ക്ലീനായി കിടക്കും. എപ്പോഴും പോട്ട് ക്ലീനായിട്ട് കിടക്കണം. അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഇലകളും നല്ല പൂക്കളും ഉണ്ടാവുള്ളൂ.